വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ മനോജ് ജയൻ ഉർവശി ഇവരുടെ മകളായിരുന്നു കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി. തേജാലക്ഷ്മി ഒരു പുതിയ ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നു. ആദ്യത്തെ അരങ്ങേറ്റ ചിത്രമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻ്റെ ഭാഗമായി പത്രക്കാരെ കണ്ടപ്പം തൻ്റെ മകൾ അഭിനയിക്കുന്നു എന്നൊക്കെ ആദ്യമായി വെളിപ്പെടുത്തിയപ്പോൾ മനോജയും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉർവശിയെപ്പറ്റി ചില കാര്യങ്ങൾ മനോജയും പറഞ്ഞു. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചെങ്കിലും മനോജ് ജയൻ്റെ കൂടെ തന്നെയാണ് കഴിയുന്നത്. അപ്പം ഉർവശിയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം തന്നെ ആ കുഞ്ഞ് ഉർവശിയെ ചെന്ന് കാണുകയും അവർ തമ്മിലുള്ള ഫോട്ടോകളൊക്കെ പെട്ടെന്ന് വൈറലാകുകയൊക്കെ ചെയ്യും. അപ്പം എപ്പോഴും ഇങ്ങനെയാണല്ലോ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയൊരു വിഷയമായിട്ട് നമ്മൾ കത്തിക്കട്ടെ. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു അവസ്ഥ. ഏതായാലും അവർ തമ്മിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിവാഹമോചനം കഴിഞ്ഞ് ഉർവശി പ്രത്യേകം താമസിക്കുന്നു. മനോജ് ജയൻ വേറെ കല്യാണം കഴിച്ചു, മകൾ മനോജ് ജയൻ്റെ കൂടെ. അപ്പം വിവാഹമോചനം എന്നൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ്. അത് മിക്കവാറും വക്കീലന്മാരെ ഒപ്പിച്ച് വെക്കുന്ന പണിയാണ്. ഈ വക്കീലന്മാരെ വിവാഹമോചനം നടത്താൻ വേണ്ടി കോടതിയിൽ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടാക്കി അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ആക്കാം. അവസാനം ഈ വിവാഹമോചന ചെയ്തവരെല്ലാം രണ്ടുപേരും ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ശത്രുക്കളെ ആയി മാറും. ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്നൊരു സ്വപ്നമുണ്ട്. രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, അവർക്ക് രണ്ടുപേർക്കും രണ്ട് മനസ്സാണ്, ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ വിവാഹമോചനം നടത്തുക. പക്ഷേ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ വളരെ സ്നേഹത്തോടിരിക്കുന്ന ഭാര്യയും ഭർത്താവും, മുൻ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടിരിക്കുന്നതൊക്കെ എന്ത് രസമല്ലേ. എനിക്ക് തോന്നുന്നു സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്, സ്പിരിറ്റ് എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് മുൻ ഭാര്യയും പുതിയ ഭർത്താവിനോടൊപ്പം മോഹൻലാൽ വളരെ അടുത്ത സുഹൃത്തായിട്ട് കഴിയുന്ന ഒരു സിനിമയുണ്ട്. അതുപോലുള്ളൊരു കഥയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അല്ലേ. അപ്പം നിത്യജീവിതത്തിൽ അത് നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഉർവശിയും മനോജ് ജയനും വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം മകൾ മനോജ് ജയൻ്റെ കൂടെ ഒപ്പമായിരുന്നു. ഏഴ് വൈഫ് മനോജ് ജയൻ കൊണ്ടുവന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആശ എന്ന് പറയുന്ന പുതിയ ആളിനെ കല്യാണം കഴിക്കുന്നു, അവരോടൊപ്പം ജീവിക്കുന്നു. ആശ കുഞ്ഞാറ്റയ്ക്കൊരു അമ്മയെപ്പോലെ തന്നെ ആയിരുന്നു. അപ്പം സിനിമയുടെ ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ മനോജ് ജയൻ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രസ് മീറ്റിങ്ങിൽ മനോജ് ജയൻ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഉർവശിയെപ്പറ്റി പറയുന്നത്. കരയുന്ന മനോജ് ജയനെ ആശ്വസിപ്പിക്കുന്ന കുഞ്ഞാറ്റയും നമ്മളവിടെ കണ്ടു. നമുക്ക് ആ വീഡിയോ, നമുക്ക് ആ പ്രസ് മീറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ടുള്ള തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല, നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പോൾ ആശ പറഞ്ഞു, മോളെ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വരെയാണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ. ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യകളുടെ ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ മോള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണലാണ്, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും.
അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു, അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ച് വന്നത്. സേതുവിനോട് പറഞ്ഞു, മനചേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്. മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ്. നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, അവരുടെ അത്ര എക്സ്പീരിയൻസ്, എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറയുക, അവർ കഥ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി. അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉർവശിയായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത്. പക്ഷെ മോൾക്ക് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് കുറച്ചു നേരം ഉള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് മനോജൻ അമ്മ എന്ന നിലയിൽ ഉർവശിക്ക് കൊടുക്കേണ്ട ബഹുമാനമെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഭാര്യ എന്ന നിലയിൽ കിട്ടില്ലായിരിക്കാം, പക്ഷെ അമ്മ എന്ന നിലയിൽ കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ മകളുടെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ്. അമ്മയോട് പറ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും വിങ്ങിപ്പൊട്ടുന്ന മനോജനെ നമ്മളവിടെ കാണുന്നു. മകൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം ആ മകൾ അച്ഛൻ ബന്ധത്തിൻ്റെ ആ ഊഷ്മളതയും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഭാര്യയെപ്പറ്റി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഭാര്യയെപ്പറ്റി പറയുന്നുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോഴും ഒരമ്മ പോലെ തന്നെയാണ് അവളെന്ന് പറയുന്നത്. അപ്പം എല്ലാ ബന്ധങ്ങളും ഇങ്ങനെ ശിഥിലമാകാട്ട് നിലനിൽക്കട്ടെ എന്ന് അത്രയാണ് നമുക്ക് ആശങ്കയുള്ളൂ. കാരണം ഉർവശിയായാലും മനോജനാണെങ്കിലും പൊതുപദവി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. പരസ്പര ബഹുമാനത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. എന്തിന് പറയുന്നു, പലപ്പോഴും പല കേസുകളും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. എന്തിന് പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കേണ്ട കാര്യം എന്തുവാ? അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മനോജനും. അവർ പരസ്പര ബഹുമാനത്തോട് അവരുടെ പേഴ്സണൽ കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട കാര്യം എന്ത്? ഏതായാലും അവർ ബന്ധം പിരിയും, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കാണും, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ കാര്യങ്ങൾ കാണും, രണ്ടുപേരും ന്യായീകരിക്കും. അങ്ങനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ പലരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചെന്ന് ചെയ്യുന്നവർ കല്യാണം ഒഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേൾക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര താല്പര്യം അല്ലേ? അതങ്ങ് വൈറലാവുകയും ചെയ്യും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ശിഥിലമാകാതെ നിലനിൽക്കുന്നത് എന്ന് തോന്നുന്നു. മുൻ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും പരസ്പരം വിദ്വേഷത്തോടെ അല്ലല്ലോ സംസാരിക്കുന്നത്. ഉർവശി എന്ന് പറയുമ്പോൾ മനോജൻ ബഹുമാനത്തോടെ തന്നെ സംസാരിക്കുന്നു. അപ്പോൾ മനോജനെ ഉർവശിയും അങ്ങനെ ബഹുമാനത്തോടെ സംസാരിക്കും. അവരുടെ മകൾ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു പാലമായിട്ടും പ്രവർത്തിക്കും. വളരെ സന്തോഷം. ഈ പടം വൻ വിജയമായി മാറട്ടെ. അപ്പം ഇത് പറഞ്ഞപ്പോഴും ചില ബന്ധങ്ങളുണ്ട്. നമ്മുടെ ദിലീപായാലും മഞ്ജു വാര്യരായാലും പൊതു സദസ്സിൽ അവർ എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലേ? അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ആരോട് പറയാൻ, ഏത് പറയാം? ഇതൊക്കെ കണ്ടെങ്കിലും പുതിയ ജനറേഷനൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, പുതിയ ജനറേഷനല്ല പഴയ ജനറേഷനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൂടെ ചെളി വാരി എറിയുന്ന പരിപാടിയൊക്കെ നിർത്തിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തന്നെ തോന്നുന്നു. അപ്പം കുഞ്ഞാറ്റയുടെ പടം വൻ വിജയമാകാം നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? സുന്ദരിയായ സ്റ്റെല്ല എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞോ എന്നറിയില്ല. ഏതായാലും ഇത് വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസയോടെ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.